ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കടല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ, പൂരിയുടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. സാധാരണ കടലക്കറി പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ, ചെറിയ ഉള്ളിയല്ല. അപ്പോൾ കുറച്ച് വലിയ ഉള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല, പച്ചമുളകും കുരുമുളകും മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ടൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടെ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം ഓരോന്ന് വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പച്ചക്കറിയുടെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ തിളച്ചതിന് ശേഷം ഒന്നും കൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല, മഞ്ഞൾ മാത്രമേ ചേർക്കണുള്ളൂ. മഞ്ഞളും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അത്രയും മതി. നമുക്ക് കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടല നമ്മൾ നേരത്തെ കുക്കറിൽ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരിക്കലും കടല വെന്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ കടല നേരത്തെ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കടലയും പച്ചക്കറിയും ഒക്കെ ഒന്നിച്ച് ഒരു മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. കഷ്ണത്തിലൊക്കെ പിടിക്കാനുള്ള ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ കടലയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ പച്ചക്കറിയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് ഒരുപാട് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയിട്ടുള്ള പാൽ തന്നെ എടുക്കുക, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, മിൽക്ക് പൗഡർ, അത് കലക്കിയിട്ട് ഒഴിച്ചാലും മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം തന്നെ ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഒരു
2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ അത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.